ഒരുപാട് ഫോട്ടോഷൂട്ട്, വീഡിയോ ഒക്കെ എടുത്തല്ലോ അല്ലേ? ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയ അങ്ങനത്തെ ഷൂട്ടുകളുണ്ടോ? അതായത് ഈ കോസ്റ്റ്യൂം വേണ്ട, അത് വേണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നുമല്ലോ നമുക്ക്, അങ്ങനെ അയ്യോ ഇത് വേണ്ടായിരുന്നു, അതായത് കുറച്ച് എടുത്തുചാട്ടം ആയിപ്പോയോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുള്ളൊരു ഷൂട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഷൂട്ട് വന്നിരിക്കുന്നതെല്ലാം അത്യാവശ്യം എന്താ പറയുക, ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കൊരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. കംഫർട്ടബിൾ സോണിലാണ്. അതെ, എൻ്റെ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്നിട്ടാണ് ഞാൻ ഇതുവരെ ഷൂട്ട്. ഇപ്പോൾ ഒരു ഇച്ചിരി നേവൽ കാണിച്ചെന്ന് വെച്ചോ, ഇച്ചിരി ക്ലീവ് കാണിച്ചെന്ന് വെച്ചോ, തൈസ് കാണിച്ചെന്ന് വെച്ചോ, അതൊരു എന്താ പറയുക വൾഗാരിറ്റിയിലേക്ക് പോകുന്ന ഒരു രീതിയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനൊരു വൾഗറായിട്ടൊരു ഷൂട്ട് ചെയ്തു എന്നെനിക്ക് തോന്നിയിട്ടില്ല. അതേസമയം എന്നെ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ സംബന്ധിച്ച് ബിക്കിനി ചെയ്യുമോ, ബിക്കിനി വെച്ചിട്ടുള്ള ഷൂട്ട്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പിന്നെ ആ ഒരു സമയത്ത്, കാരണം വണ്ണം ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ബിക്കിനിയൊക്കെ ഇട്ട് എന്നെ ഞാൻ സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അത് ചെയ്തായിരുന്നെങ്കിൽ ഹസി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. കാര്യം വെച്ചാൽ കുറച്ചും കൂടെ റേഞ്ച് മാറി, സീരിയസ്ലി പറഞ്ഞാണ്, വേറെ ലെവലിലേക്ക് മാറി. ഒരിക്കലും ഇല്ല, കാരണം ഞാൻ എയർലൈനെ അത് വേറെ കാര്യം. ഞാൻ എന്നെ തന്നെ ഇപ്പോൾ എനിക്കൊരു കോസ്റ്റ്യൂം കിട്ടുമ്പോൾ ഞാൻ എന്നെ തന്നെ ആ കോസ്റ്റ്യൂം നോക്കിയിട്ട് ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ടാൽ എത്രമാത്രം സ്യൂട്ടബിൾ ആവും എന്ന് ഞാനിങ്ങനെ നോക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് ആ കോസ്റ്റ്യൂം പറ്റുന്നതാണോ, ഈ കോസ്റ്റ്യൂം ഞാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ അവരോട് തന്നെ പറയും, ഫോട്ടോഗ്രാഫേഴ്സിനോട്. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്നത്, ഞാനിപ്പോൾ ഫോട്ടോഷൂട്ട് നിർത്തിയിട്ട് ഏതാണ്ട് ഒരു വർഷമായി. ഫോട്ടോഷൂട്ടിന് ഇപ്പോൾ ഞാൻ ഫോട്ടോഷൂട്ട് അധികം ചെയ്യാറേ ഇല്ല. അപ്പോൾ എന്നെ വിളിക്കുന്ന ഫോട്ടോഷൂട്ടിന് വിളിക്കുന്നവരെല്ലാവരും എൻ്റെ ഒരു ഏറ്റവും കൂടുതൽ വൈറലായ ഒരു ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ മുണ്ടുടുത്ത് ബ്ലൗസും മുണ്ടും മാത്രമായിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു ഏറ്റവും ആദ്യത്തേതായിരുന്നു അത്. അല്ലല്ല, അതെനിക്ക് ഞാൻ ഇടയ്ക്ക് വെച്ച് ഷൂട്ട് ചെയ്തതാണ്. എനിക്ക് 70, 80, 60 കാലഘട്ടങ്ങളുടെ ആ ഒരു മോഡലുള്ള അതെ ഒരു ചെറിയ അടുക്കള സീരീസ് പോലെ ഒരു സംഭവമൊക്കെ ചെയ്തത്. അപ്പോൾ എന്നെ ഇപ്പോഴും വിളിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ എന്നെ സിനിമയിലേക്ക്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സിനിമയിലേക്ക് വിളിച്ചൊരു ഇപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ആ ഒരു ഇതിലാണ്. എനിക്ക് സിനിമയിലേക്ക് വിളിച്ച് എന്താണ് പറഞ്ഞത്, ഇതാണ് ബ്ലൗസും മുണ്ടും ഈ ഒരു കോസ്റ്റ്യൂമാണ് ചെയ്യാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു ആ ഒരു ഒറ്റ ഷൂട്ട് കൊണ്ട് എൻ്റെ ഒരു എന്താ പറയുക ക്യാരക്ടർ തന്നെ അതിലേക്കായി പോയി എന്നുള്ളൊരു ഇതാണ്. കാരണം ഒറ്റ ഫോട്ടോഷൂട്ടോടുകൂടി ഞാൻ എന്നെ വിളിക്കുന്ന സിനിമയ്ക്കാണെങ്കിലും സീരിയലിനാണെങ്കിലും ഇപ്പോൾ ഇതിന് വിളിക്കുക, ഫോട്ടോഷൂട്ടിന് വിളിക്കുകയാണെങ്കിലും കോസ്റ്റ്യൂം ഇതാണേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നവരാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പോലീസിൻ്റെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറച്ച് മോഡേൺ ടൈപ്പും ഒക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിൽ നിൽക്കുന്നതും ആൾക്കാർക്ക് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം പറയണം. ഹസിയുടെ ഏറ്റവും വലിയൊരു പോയിൻ്റാണ് ഈ പറഞ്ഞ കോസ്റ്റ്യൂമും ഈ പറഞ്ഞ ഫോട്ടോഷൂട്ടും. അത് ചേഞ്ച് ചെയ്താൽ ഹസിക്ക് ചാൻസ് കിട്ടുമെന്ന് യാതൊരു വിധത്തിൽ നോക്കാൻ വേണ്ട. കാര്യം അങ്ങനെയുള്ളൊരു വിചാരത്തിലാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹസിയുടെ നിന്നും അതായിരിക്കും അവർക്ക് വേണ്ടത് അല്ലേ. അപ്പം അതെ, വണ്ണം കുറച്ച് നല്ല കുറച്ച്. പക്ഷെ അതിലേക്ക് പറയണം, അത് കാണിച്ചുകൊണ്ട് തെറ്റൊന്നും പറയില്ല. അതൊരു സിനിമയാണ്, കലയാണ്, നമുക്ക് ചെയ്യേണ്ട കാര്യം തെറ്റാണെന്നല്ല പറയുന്നത്. നമ്മളെ ഇപ്പോൾ ആർട്ടിസ്റ്റുകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളെ ഒരു റോൾ ചെയ്തു, ആ റോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പിന്നെ ആ ഒരു ക്യാരക്ടറൈസ് ചെയ്തെന്ന ഒരു സംഭവമാണ്. അതുപോലെയുള്ള ഒരു സിമിലാരിറ്റി ഉള്ള കുറേ ക്യാരക്ടേഴ്സ് ആർക്കും അവർക്ക് വീണ്ടും വരിക. അപ്പോൾ അതേ ഒരു ടൈപ്പാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഈ ഒരു കോസ്റ്റ്യൂം വന്നപ്പോഴത്തേക്കും ആ കാറ്റഗറൈസ് ചെയ്ത് ആ ഇടയ്ക്ക് ഹസിയുടെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഫോട്ടോഷൂട്ടാണ് വന്നിട്ടുള്ളത്. നേരെയുള്ള ഫോട്ടോഷൂട്ട് മീൻസ് സാരി ഉടുത്തതോ അല്ലെങ്കിൽ ചുരിദാറിട്ടോ ഒന്നും വന്നിട്ടില്ല. ഈ ക്ലീവേജും അതിങ്ങനെ കാണിച്ചിട്ടുള്ള സംഭവങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആൾക്കാർ അങ്ങനെ എക്സ്പെക്ടേഷൻ വരുന്നത്. അതുകൊണ്ടൊരു കാര്യം ചോദിക്കട്ടെ, എത്ര പെഗ് അടിക്കും ഒരു ദിവസം? അയ്യോ, അത് ഞാനൊരു കള്ളു കുടിക്കുന്ന കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ല, കള്ളു കുടിക്കുന്നത് വെച്ചാൽ അതൊരു തമാശ രൂപേണ. കാരണം ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്. അത് എൻ്റെ ചെറുപ്പത്തിലെ ബാപ്പയുമായിട്ട് ബാപ്പ ഞങ്ങളെ ബാർ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ബാപ്പയുടെ ഒരു ഫേവറേറ്റ് ഒരു ഹോട്ടലുണ്ട്, പാലാഴി എന്ന് പറഞ്ഞാൽ പത്തനാപുരത്ത്. ആ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ബാപ്പയ്ക്ക് മാത്രം വലിയ കുപ്പി വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് ചെറിയ പെപ്സി. അപ്പോൾ ആ സമയത്ത് ഞാൻ ബാപ്പയോട് വഴക്കുണ്ടാക്കും. അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 5-6 വയസ്സ്, ആ ഒരു 3-4-5 വയസ്സ് ആ സമയം തൊട്ട് ബാപ്പ എനിക്കാണെങ്കിൽ ഈ ചെറിയ അതിൻ്റെ അടപ്പിൽ അന്ന് നീളമുള്ള എനിക്ക് ഒഴിച്ചു തന്നെ. പക്ഷെ പുള്ളിക്കാരൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചവർപ്പ് കാരണം ഞാനത് കുടിക്കാതിരിക്കുമെന്നൊക്കെയാണ്. പക്ഷെ ഞാനത് എക്സ്പീരിയൻസ് ആയി കൊടുത്തല്ലേ. അല്ല, അതിനകത്തൊരു കാര്യം ചോദിക്കട്ടെ, കുപ്പിയൊക്കെ വെച്ചിട്ട്, ഈ ബിയർ കുപ്പിയൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കുടിക്കുന്ന രീതിയിലുണ്ടായിരുന്നു അതിനകത്ത്? ഇല്ല, ജസ്റ്റ് ഇങ്ങനെ വെക്കുന്ന ഒരു അത് കുടിച്ച് തീർത്തിട്ട് വെച്ചാണോ കുപ്പി അത് കയ്യിൽ?
അല്ല ബിയർ കുടിക്കുന്നതുകൊണ്ട് എന്താണ് അതിനകത്ത് അല്ല എനിക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ച ഒരു ഫീല് മാത്രമേ ബിയർ കുടിച്ചിട്ട് തോന്നിയുള്ളൂ. എനിക്ക് നമ്മുടെ കൊക്കക്കോളയും സ്പ്രൈറ്റും കുടിക്കുന്ന ഒരു രീതിയിൽ മാത്രമേ എനിക്ക് ബിയർ ലിക്കറിലില്ല, ബിയർ മാത്രമേ ഉള്ളൂ. ബിയർ അപ്പം അത് എത്രയോ ഈ ഷൂട്ടിന്റെ സമയത്ത് എന്തോ 2-3 പ്രാവശ്യം മാത്രം. ഫാമിലി ലൈഫിലേക്ക് പോകുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോസൊക്കെ എടുക്കുമ്പം ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവത്തില്ല വീട്ടിലൊക്കെ? കാര്യം മാരീഡ് ആണെന്നറിയാം. ഇപ്പം എന്താണ് അവസ്ഥ? ആക്ച്വലി ഞാൻ ഈ മോഡലിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയി കാണാം. ഞങ്ങൾ തമ്മിൽ ഒരുപാട് എന്താ പറയുക വ്യത്യാസങ്ങളുണ്ടോ? അത് അന്തരങ്ങളുണ്ടോ? വ്യത്യാസങ്ങളല്ല, ഞങ്ങൾ തമ്മിൽ ചേർന്ന് പോകാൻ പറ്റാത്തൊരു അവസ്ഥ വന്ന സമയത്ത് ഞങ്ങൾ മ്യൂച്വലായിട്ട് ഒരു വേണ്ടാന്നുള്ളൊരു രീതിയിലേക്ക് എത്തി. അങ്ങനെ ഡിവോഴ്സ്ഡ് ആണ്. അപ്പോൾ ഹസി ഒരുപാട് ഇതൊക്കെ ചെയ്തല്ലോ, അപ്പോൾ പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. പിന്നെ എന്താ പെട്ടെന്ന് ഒരു ഇമേജ് കോൺഷ്യസ് ആവാൻ കാരണം? എനിക്ക് കുറച്ചും കൂടി, ഇപ്പോൾ ഞാൻ കേട്ടു ഹസി പറഞ്ഞു കുറച്ചും കൂടി നല്ല സിനിമയിൽ നല്ല റോളുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത് ആദ്യത്തെ ഫോട്ടോഷൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആളുകൾ. അപ്പോൾ എന്താണ് കുറച്ചും കൂടി ഇമേജ് നന്നാക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടായോ? അത് ഫാമിലിക്ക് വേണ്ടിയിട്ടാണോ? അല്ല, ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണോ? അല്ല, ആക്ച്വലി എനിക്ക് ഈ പറയുന്ന ഈ ഒരു ഫോട്ടോഷൂട്ടിന് മുന്നേ ആണെങ്കിലും ആഫ്റ്റർ ആണെങ്കിലും ബിഫോർ ആണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അത് ഈ ഒരു രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് പോയത് കൊണ്ട് എനിക്ക് ഈ ഒരു ക്യാരക്ടർ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പലരും ചിന്തിക്കുന്നു, അല്ലെങ്കിൽ പലരും ആ ഒരു രീതിയിൽ എന്നെ വിളിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതൊന്ന് മാറ്റണം എന്നുള്ള ഒറ്റ ഒരു ഇതിലാണ് ഞാൻ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഇപ്പോൾ എടുത്ത് ചെയ്യാത്തത് തന്നെ. ഇപ്പം വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയിൽ വരെ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്നെ ആൾക്കാർ ഇനി ആ ഒരു രീതിയിൽ കണ്ടിട്ട് ഇനി ആ ഒരു രീതിയിൽ തന്നെ കാറ്റഗറൈസ് ചെയ്ത് വിടണ്ട. എനിക്ക് അതിന് മേളിലും എൻ്റെ ഒരു കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലും എനിക്ക് ഭാവിയുണ്ട്, അതിൻ്റെ മുകളിലും എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ നായികയോ അല്ലെങ്കിൽ അങ്ങനെ സെക്കൻഡ് ഹീറോ അങ്ങനെയൊന്നും അല്ല, നമുക്കൊരു വില്ലത്തി ക്യാരക്ടർ അല്ല ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കുന്ന ഒരു രീതിയല്ലേ. അങ്ങനെ തന്നെയാണ്. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ എന്തുവാടി എന്ന് വെച്ചാൽ നീ പോടാന്ന് പറയാൻ ആംബിയർ ഉണ്ടെന്ന് ഞാൻ കേട്ടു. അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണ് എൻ്റെ വാപ്പ വളർത്തിയത്. ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, എനിക്ക് എൻ്റെ ഒരു സിസ്റ്ററാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൺകൊച്ചിനെ എങ്ങനെയാണോ വളർത്തുന്നത് ആ ഒരു രീതിക്ക് എൻ്റെ വാപ്പ എടാന്നാണ് വിളിക്കുന്നത്. ഒരു ആൺകൊച്ചിനെ വളർത്തുന്ന രീതിയിലാണ് എന്നെ വിളിക്കുന്നത്. എന്നോട് പറയും, നിന്നെ ആരെങ്കിലും അടിച്ചോ അല്ലെ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ, നീ അവനെ തിരിച്ച് പറഞ്ഞിട്ട് നീ വീട്ടിൽ വരണം. ചെറിയൊരു ഇൻസിഡൻറ്റിലൂടെ പറയാം. ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്, എനിക്ക് തോന്നുന്നു 4-ലോ 5-ലോ എങ്ങാണ്ട്, 3-ലോ 4-ലോ എങ്ങാണ്ടാണ്. അപ്പോൾ ആ സമയത്ത് എന്നെ ഞങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടി എന്നെ മറ്റേ പ്ലാസ്റ്റിക് സ്ലേറ്റ് ഇല്ലേ ഈ മുത്തൊക്കെ ഉള്ള, അത് വെച്ച് എന്നെ അടിച്ച് എൻ്റെ തല ഇങ്ങനെ മുഴച്ച്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വാപ്പ എന്നെ കാണുമ്പോൾ നോക്കുമ്പോൾ എൻ്റെ തല ഇങ്ങനെ മുഴച്ചിരിക്കുന്നു. ഞാനിങ്ങനെ ഭയങ്കര കരഞ്ഞോണ്ടൊക്കെ ഇരിക്കുന്നത്. വാപ്പ എന്നോട് ചോദിച്ചു, ഇതെന്തോ പറ്റിയതാ? ഞാൻ പറഞ്ഞു, ഇതുപോലെ ഇന്നാളെ അടിച്ചതാണ്. എന്നിട്ട് നീ അതും കൊണ്ടുകൊണ്ടിങ്ങി പോന്നോ, തിരിച്ചു കൊടുക്കണ്ടേന്ന്. പിറ്റേ ദിവസം വാപ്പയെ സ്കൂളിൽ നിന്ന് വിളിക്കുന്നു, അടിച്ചു. എൻ്റെ കയ്യിൽ തടിയുടെ സ്ലേറ്റായിരുന്നു. കൊച്ചിന്റെ തല പൊട്ടി. പെങ്കൊച്ച്. അപ്പോൾ വാപ്പയെ വിളിച്ചപ്പം പ്രിൻസിപ്പാൾ പറയുന്ന ഇതാണ്, പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടാ കൊച്ചു ചെയ്തതെന്നാണല്ലോ പറയുന്നത്. അതിൽ പാപ്പനോട് പറഞ്ഞു, അങ്ങനെയല്ല പറഞ്ഞത്. എനിക്കിപ്പോ എല്ലാ സിനിമയും ഓർമ്മ വരുന്നത്. നമ്മുടെ പ്രേമം സിനിമ ഉണ്ടല്ലോ, രഞ്ജി പണിക്കർ സാർ പ്രിൻസിപ്പളിന്റെ റൂമിൽ പോയിട്ട് പറയത്തില്ലേ, വെളി ഇറങ്ങുമ്പോൾ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അതെനിക്ക് ഉപ്പ സപ്പോർട്ടായിരുന്നു അതിന്റെ അങ്ങനെ സപ്പോർട്ടൊന്നുമില്ല, നമ്മളെ ഒരു ബോൾഡായിട്ടാണ് വളർത്തിയതൊക്കെ.